ഞാൻ പഠിച്ചിരുന്ന സമയത്താണ് CBSE പൊസിഷണൽ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് പരീക്ഷ എഴുതുന്ന മൊത്തം കുട്ടികളിലും എല്ലാവർക്കും 90 എബോ മാർക്ക് ഉണ്ടെങ്കിൽ അവർ A+ കൊടുക്കത്തില്ല, വേറൊരു സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് മലയാളത്തിന് 93 മാർക്ക് ഉണ്ടായിട്ടും എനിക്ക് A+ കിട്ടിയില്ല. അത് B+ ആയിട്ട് വന്നു റെക്കോർഡിൽ. അങ്ങനെയായിരുന്നു ആ സമയത്ത് മാറിയ സിസ്റ്റം. അത് എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ട് കാരണം ഞാനും എക്സ്പെക്റ്റഡ് ആയിരുന്നു ഫുൾ A+. അപ്പോൾ കുടുംബക്കാരും എല്ലാവരും എക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇപ്പോൾ പറയുമ്പം ശബ്ദം ഇടുന്നുണ്ട്. എനിക്ക് തന്ന ഒരു പ്രഷറും ട്രോമയും എനോർമസ് ആയിരുന്നു. പോലത്തിന് സൊസൈറ്റി ആരെങ്കിലും ചോദിക്കുമ്പോൾ അപ്പോൾ ഈ ഫുൾ A+ ഇല്ലെന്ന് പറയാൻ മടിയായിട്ട് ഞാൻ പറയുമായിരുന്നു 93%. അപ്പോൾ അവർ ചോദിക്കും 93% എന്ന് വെച്ചാൽ ഫുൾ A+ ഉണ്ടോ? അപ്പോൾ എന്ത് പറയണം? സ്വാഭാവികമായിട്ടും ഫുൾ A+ ഇല്ല, ഫുൾ A+ ഇല്ലേ, ഇങ്ങനെ പറയും ആൾക്കാർ. അപ്പോൾ SLC റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്കൊക്കെ ഫുൾ A+ ഉണ്ട്, നാട്ടിൽ കുറേ ഫുൾ A+ ഉണ്ട്, എനിക്ക് മാത്രമില്ല. അയ്യേ ഇവളും ഇല്ല, നവോദയയിലാ മിടിക്കുക എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഒന്നുമില്ലേ, അങ്ങനത്തെ സിറ്റുവേഷനെ പോയി. അപ്പോൾ ആ സമയത്ത് എനിക്കിത് ഭയങ്കര മെൻ്റൽ പ്രഷറായി. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് സ്കൂളിൽ നിൽക്കുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, വീട്ടിൽ നിന്ന് നല്ല ദൂരം. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൽ വന്നു. എൻ്റെ നാട്ടിൽ വന്നപ്പോഴും എൻ്റെ അച്ഛനും ഒരു CBSE സ്കൂളൊക്കെ അഫോർഡ് ചെയ്യാൻ പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രമുഖ എയ്ഡഡ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ച സമയത്ത് എനിക്ക് ഈ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 10th ഓക്കെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കളും എല്ലാവരും ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് എന്ന് കണ്ടപ്പോൾ തുടങ്ങി മാത്രം തന്നെ എല്ലാവരും ബിലീവ് ചെയ്തുകൊണ്ടിരുന്നത് ഫുൾ A+ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല. ഇവരൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, ഇവരുടെ മനസ്സ് എനിക്ക് +2 ഫുൾ A+ അങ്ങനെ അവർ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ആ പ്രഷർ ഇല്ലായിരുന്നു. എൻ്റെ അടുത്തും ആരും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ എല്ലാവരുടെയും പ്രതീക്ഷയൊക്കെ പോയ മട്ടായിരുന്നു. നീ നാട്ടുകാരുടെ ശല്യം എനിക്കില്ലായിരുന്നു. കാരണം 10-15 വയസ്സുള്ളൊരു കൊച്ചിനെ ഇങ്ങനെ എന്തിനാ എല്ലാവരും കൂടെ ടോർച്ചർ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിഞ്ഞുകൂടാ. എനിക്കിപ്പോഴും ഈ പേരൻസൊക്കെ 4-ലും 5-ലൊക്കെ പഠിക്കുന്ന എൻ്റെ സ്റ്റാഫും കാര്യങ്ങളുണ്ട്. 4-ലും 5-ലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് എല്ലാത്തിനും 99, 100 ഒക്കെ കിട്ടുന്നത് പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഇടുമ്പം അത് ആ കുട്ടിക്ക് കൊടുക്കുക. അപ്പോൾ ആ കൊച്ച് ചിന്തിക്കുന്നത് ഈ മറ്റേ ആൻമേരിയ കലിപ്പിലാണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ആ കൊച്ച് ചിന്തിക്കുന്നത് ഓക്കെ ഇതാണ് എൻ്റെ അച്ഛനെ പ്രൗഡാക്കുന്നത്, ഇതാണ് എൻ്റെ അമ്മയെ പ്രൗഡാക്കുന്നത്, എനിക്ക് ഇങ്ങനെ സ്നേഹം കിട്ടും, അങ്ങനെ ഇരിക്കും. അതതിന് ഭാവിയിലെന്നല്ല, അത് ആ വളരുമ്പോൾ തന്നെ അതിന് വലിയ പ്രഷർ കൊടുക്കും. ഇത് ഈ പഠിക്കുന്ന അല്ലെ പഠിപ്പിസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുന്ന നല്ല മാർക്ക് വാങ്ങിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾക്കും, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലീസിലുള്ള എല്ലാ കുട്ടികൾക്കും ഇങ്ങനൊരു പ്രശ്നം അനുഭവപ്പെടുന്നതാണ്. ഈ പഠിക്കുന്ന കൊച്ചാവണ്ടായിരുന്നു എന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് +2 ഞാൻ പഠിച്ചു. എനിക്ക് +1-ലും +2-ലും നല്ല മാർക്കുണ്ടായിരുന്നു, 99% കിട്ടി. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ നാട് തിരുവല്ല. അപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കവും പ്രളയവും കൊറോണയും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ദേഹത്തോട്ട് അധികം ഈ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കും അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ഒത്തിരി ഉഴപ്പൊന്നും തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്മ ഒക്കെ ഒന്ന് പറയും, പേരൻസിൻ്റെ ടീച്ചേഴ്സൊക്കെ പറയാം ഇപ്പോൾ ഭയങ്കര കളിയാണ്, ക്ലാസ്സിലൊന്നും കയറില്ലെന്ന് പറയുമ്പോൾ ഒന്ന് പറയും ഐസേ പഠിക്കണേ, അത്ര ഉള്ളായിരുന്നു. ഞാനും റിലാക്സ്ഡ് ആയിരുന്നു. ഞാൻ പഠിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ കീമിന് രജിസ്റ്റർ ചെയ്ത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കണമെങ്കിൽ, മെഡിക്കലിൽ പരിഗണിക്കണമെങ്കിൽ കീമിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാക്കണം. ഇതിൽ എഴുതിയതായിരുന്നു. അപ്പോൾ പിറ്റേന്നാണെങ്കിൽ എനിക്ക് റിസൾട്ട് വന്ന് ഞാൻ ആ നാട് എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ഒരു അടി കിട്ടിയ പോലെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കറിയായിരുന്നു അത്ര മാർക്ക് കിട്ടുമെന്ന്, എന്നാലും സ്റ്റിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത്ര ഉള്ളി നാട്ടുകാരും വീട്ടുകാരും. നിങ്ങളിപ്പോൾ ഈ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് വന്നതിന് വിഷമിക്കുന്ന ആൾക്കാർ തന്നെ നാളെ നിങ്ങൾ +1-ലോ +2-ലോ നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ പൃഥ്വിരാജ് പണ്ട് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ട്, എന്താ ഈ 10ൽ മാർക്ക് കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, 10ഉം +2ഉം പഠിച്ച ഞാനാണ് നിങ്ങളെ അനുമോദിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഏതായാലും അതുപോലെ തന്നെയാണ് കാര്യം. ഇത്ര ഉള്ളവർ വെറുതെ അതിനുവേണ്ടി നിങ്ങളുടെ മനസ്സിൽ വിഷമിപ്പിച്ച് പേരൻസ് ആയിരിക്കും അവർ ചെയ്യുന്ന തെറ്റാണെന്ന് നമുക്കൊരു ബോധ്യമുണ്ടല്ലോ. കാരണം നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്. ദേ ആർ സപ്പോസ് ടു ഗീവ് തിങ്സ് ഫോർ അവർ ഫ്യൂച്ചർ. അല്ലെങ്കിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം, നീഡ്ഫുൾ ആയിട്ടുള്ളത്, റീസണബിൾ ആയിട്ടുള്ളത്. അതിൽ കൂടുതൽ നമ്മൾ ആരാവണം എന്നൊന്നും ആഗ്രഹിക്കാൻ ആളല്ല. അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് പറയാൻ പറ്റുമെങ്കിൽ തിരിച്ച് പറഞ്ഞവരെ മനസ്സിലാക്കുക. എല്ലാ പേരൻസും അങ്ങനെ മനസ്സിലാക്കുന്നവരായിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഇരുന്നോളൂ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒന്നും വിട്ടു കൊടുക്കണ്ട. ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ല പേരൻസിന് ഇച്ചിരി സന്തോഷം ആവണം എന്ന് വിചാരിച്ച് വേണമെങ്കിൽ 10th റിസൾട്ട് വന്ന സമയത്ത് ഇച്ചിരി ഒന്ന് വിഷമിച്ചൊക്കെ ഇരുന്നോ. നിങ്ങൾ അബ്യൂസീവായിട്ട് എന്തെങ്കിലും പറയാമല്ലേ, നിങ്ങളുടെ ക്യാരക്ടറെ ചൂഷണം ചെയ്യല്ലേ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തോളം എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ച് നല്ലത് പറഞ്ഞു. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ 10ലെ മാർക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്നൊരു കോംപ്ലക്സ് ആണ്, നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെ. പക്ഷെങ്കിൽ അല്ല, ഇതൊന്നും ജീവിതത്തിൽ ഒരു കാര്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗിലോട്ട് വന്ന കഥയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇല്ല ഈ വീഡിയോ ലെങ്ത് ആയിരിക്കും. ഞാനിപ്പോൾ പഠിക്കുന്നത് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. എനിക്ക് ഈ +2-ന് 99% മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ടും കീം എൻട്രൻസിന് എനിക്ക് നല്ല റാങ്ക് ഉണ്ടായിരുന്നു. റാങ്ക് ഉണ്ടാവാൻ കാരണം എനിക്ക് +1 +2 ബേസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൂളായിട്ടാണ് പഠിച്ചത്.
10th സ്ട്രോങ് അല്ലാതെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൂളായിട്ട് പഠിച്ചു. എനിക്ക് കൺസെപ്റ്റ് സ്ട്രോങ് ആയിരുന്നു. ഞാൻ അങ്ങനെ എഞ്ചിനീയറിംഗിൻ്റെ കോച്ചിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടില്ല. ജസ്റ്റ് +1 +2 നോളജ് മാത്രമേ ഉള്ളൂ. അത് വെച്ചാൽ എനിക്ക് കീൻ അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഈ റാങ്കും മാർക്കും ഉള്ളതുകൊണ്ട് എനിക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടി. ചുരുക്കം പറഞ്ഞാൽ ആ സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് എൻ്റെ ഫീസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ഫ്രീ ആണ്. പിന്നെ പോക്കറ്റ് മണി എനിക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നല്ലൊരു പ്രിറ്റി എമൗണ്ടാണ് എനിക്ക് സ്കോളർഷിപ്പിൽ നിന്ന് കിട്ടുന്നത്. അതാണ് എനിക്ക് തോന്നുന്നു ഈ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബിഗസ്റ്റ് എമൗണ്ടും ആ സ്കോളർഷിപ്പിന് തന്നെയാണ്. പിന്നെ ഹോസ്റ്റലാണെങ്കിലും ഗവൺമെൻറ് കോളേജ് ആയിട്ട് അത്രയ്ക്ക് ഫീസുള്ളൂ. ഇപ്പോൾ ഞാൻ പ്ലേസ്ഡ് ആയി. ഈ ഒരു ജേർണിയിൽ മൊത്തം പറയുവാണെങ്കിൽ എവിടെയും ഈ 10ലെ സർട്ടിഫിക്കറ്റ്, ഒരു 10ലെ മാർക്ക്, 10 A+ കിട്ടിയ കുട്ടി എന്നൊരു പ്രിവിലേജ് ഈ ഒരു 6 വർഷത്തെ ജേർണിയിൽ, അത് 2018 ഞാൻ പാസ് ഔട്ട് ആകുന്നത്. ഈ 2018 തൊട്ട് ആ ഒരു സമയത്ത് ഫുൾ A+ൻ്റെ ബാനർ വന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഇന്ന് വരെയുള്ള ഈ ഒരു ജേർണിയിൽ ഒരിടത്തും ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ എനിക്ക് +2 99% മാർക്ക് കിട്ടി. +2 കിട്ടിയ 99% മാർക്ക് കൊണ്ടും ഈ 10ൽ കിട്ടിയ 93% മാർക്ക് കൊണ്ട് സത്യമായിട്ടും എനിക്കൊരു ഉപകാരം ഉണ്ടല്ലോ. അൺലെസ് ഇങ്ങനെ നമ്മൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചില കമ്പനിക്കാർ പറയും CGP, അതായത് നമ്മുടെ പഠിക്കുന്ന കോഴ്സിൻ്റെ അത് 8 above വേണം, 10th and +2 75% above വേണം, 60% above വേണം. അല്ലാതെ 10th and +2 90% above വേണമെന്ന് പോലും ആരും പറയാറില്ല. ഇനി ഗവൺമെൻറ് ജോബ്സിൽ ചിലത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതിൽ മാർക്കിനനുസരിച്ച് എടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തൊക്കെ കിട്ടാൻ ഈ മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഉപകരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു പ്രത്യേകിച്ച് എൻ്റെ ഇപ്പോൾ 12th സർട്ടിഫിക്കറ്റ് സ്കോളർഷിപ്പ് എങ്കിലും കിട്ടി. അല്ലാതെ ഈ 10th സർട്ടിഫിക്കറ്റ് കൊണ്ട് എൻ്റെ മാത്രം കാര്യമല്ലോ, ഞാൻ കുറേ പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ട്രോളുകളിലൊക്കെ കാണുന്നത് ശരിക്കുമുള്ള കാര്യം തന്നെ. അല്ലാതെ കിട്ടാത്ത 10th ഫുൾ A+ കിട്ടാത്ത കുറേ പേര് ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് ഇറക്കുന്ന കാര്യങ്ങളല്ല, അത് ഫാക്റ്റാണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ടല്ലാതെ വേറെ ഒരു കാര്യത്തിനും ഞാൻ ഇനി നിമിഷം വരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പേരൻസിൻ്റെ അടുത്തും എനിക്കിത് തന്നെ പറയാം. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇത് ജീവിതത്തിലെ വഴിത്തിരിവും കാര്യങ്ങളും ഒന്നും അല്ല എന്നുള്ളത്. പിന്നെ ഈ കുട്ടികളുടെ പുറത്ത് നിങ്ങളുടെ വെറും പ്രസ്റ്റേജിന് വേണ്ടിയിട്ടും നാട്ടിലെ വിലയ്ക്ക് വേണ്ടിയിട്ടും ബാനറിൽ അടിച്ചു വരുന്ന കേവലം ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഇന്നലെ വരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ആ വഴക്ക് പറയുകയും ടോർച്ചർ ചെയ്യുന്നതിനെ ഒന്ന് നിർത്തുക. ഇതിലൊന്നും ഒരു കാര്യവുമില്ല, സത്യമായിട്ടും ഒരു കാര്യമില്ല. കുട്ടികളെ വിഷമിപ്പിക്കാതിരിക്കുക. ഈ കടലാസിൽ അച്ചടിച്ച് വരുന്ന A+കളിലോ ഇടുന്ന സ്റ്റാറ്റസുകളിലോ ഒക്കെ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യവുമില്ല. അതെല്ലാവർക്കും അറിയാം. പിന്നെ പിള്ളേരോട് ഇതൊരു വഴിത്തിരിവല്ല, ഇത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട, തല കുനിച്ച് ആരുടെയും മുന്നിലിരിക്കേണ്ട, തല ഉയർത്തി തന്നെ ഇരിക്കുക. അതിപ്പോൾ പേരൻസിൻ്റെ മുന്നിലാണെങ്കിലും. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത് നാണം കെട്ട കേസുമല്ല. തോറ്റുപോയില്ലല്ലോ, ഇനി തോറ്റുപോയവരാണോ എഴുതിയെടുക്കാം. അത്രയ്ക്ക് ഇത്രയും ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നിനക്കെന്താ പറയാമല്ലോ, 93% മാർക്കില്ലേ, 99% മാർക്കില്ലേ, ഗവൺമെൻറ് കോളേജിലല്ലേ പഠിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ 0 തൊട്ട് ഇപ്പം ഞാൻ ഹീറോ ആണെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും 10ൽ A+ ഇല്ലാത്തൊരു കൊച്ച്, 10ൽ A+ പോയൊരു കൊച്ച് ഇത്ര ഒന്നും ആവുമെന്ന് നമ്മുടെ സൊസൈറ്റി വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ എന്തൊക്കെയോ ആയി എന്നല്ല, ഈ ആയിടത്തോളം കാലം എനിക്ക് 10ൽ മാർക്ക് കുറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല. എന്നാൽ എനിക്ക് 10ൽ പോലും സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും കരയേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ അതുപോലെ ഡ്രോമയിലായിരുന്നു. ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു നാണക്കേടും കളിയാക്കലും ഒക്കെ. സത്യം പറഞ്ഞാൽ 15 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ അടുത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ ക്വാർട്ടർ പോലും അത് ജീവിച്ചിട്ടില്ല. ഈ 15 വയസ്സുള്ളൊരു കൊച്ചിൻ്റെ അടുത്ത് ഇത്രയും ഡ്രോമ എന്തിനാണ് ഈ ആൾക്കാർ കൊടുക്കുന്നത് എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇതിലെന്താണ് ലോജിക്? നിങ്ങളുടെ നാട്ടുകാരോ വീട്ടുകാരോ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും A+ൻ്റെ എണ്ണം കുറഞ്ഞു പോയിന്നോ, A+ കിട്ടിയില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ബുള്ളി ചെയ്യോ, അസോൾട്ട് ചെയ്യോ, ഇമോഷണലി തളർത്തോ, വഴക്കുറയോ എന്തെങ്കിലും ചെയ്തോട്ടെ, മൈൻഡ് ചെയ്യണ്ട. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക പോലും വേണ്ട. ഇത്ര പൊത്തിപ്പിടിച്ച ഒരു മാസത്തേക്ക് ഇതുവരെ വന്ന് അടിച്ചിട്ട് ആ വഴി അങ്ങ് പൊക്കട്ടെ. സത്യമായിട്ട് ഈ വഴിത്തിരിവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്, ഇമോഷണലി തളർത്താൻ ശ്രമിക്കുന്നതൊക്കെ അവരുടെ ഒരു ഫ്രസ്ട്രേഷനാണ്. അതൊരിക്കലും റീസണബിൾ അല്ല. പക്ഷെ അവരുടെ ഫുഡിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് റീസണബിൾ ആയിരിക്കും. എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ ഒരുപോലെ ആവണം എന്നില്ല. അപ്പോൾ അവരുടെ ഇമോഷനെ റെസ്പെക്റ്റ് ചെയ്യുക, ഡിസ്റെസ്പെക്റ്റ് ചെയ്യേണ്ട. ഇമോഷനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മനോധൈര്യം കൈവിടാതിരിക്കുക, കാമായിട്ടിരിക്കുക. ആവേശമൊക്കെ OTTയിൽ റിലീസായ സമയമാണ്, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് അത്ര കൂളാവേണ്ട. അവർ കാണുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി വിഷമമൊക്കെ അഭിനയിച്ചിരുന്നു. ബട്ട് നിങ്ങൾ ഉള്ളിൽ ഹാപ്പി ആയിരിക്കണം, ഉള്ളിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നിങ്ങൾ പഠിച്ചെഴുതിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പറ്റൂ, അത്രേ ഉള്ളൂ. ഇനി ഫുൾ A+ വാങ്ങണമെന്ന് പ്രതീക്ഷിച്ച് കിട്ടാതെ പോയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കാമെന്ന്. ഇതെന്തായാലും ഈ നാട്ടുകാരുടെ ബാനറോ വീട്ടുകാരുടെ സർട്ടിഫിക്കേഷനോ ഇതൊന്നും അല്ല വേണ്ടത്. നമ്മുടെ റെക്കോർഡിൽ വേണം, അതല്ലേ നമുക്ക് ആത്മസംതൃപ്തി. ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുക്കാം. ഇനി എന്നിട്ടും കിട്ടിയില്ല, വെട്ടേരിയ +2 വാങ്ങിക്കാം. ഈ +2ൻ്റെ മാർക്കേ നമ്മുടെ എൻട്രൻസിനും കാര്യങ്ങൾക്കും ഡിഗ്രിയുടെ അഡ്മിഷനും ഒക്കെ എടുക്കും. മറ്റേതൊക്കെ പ്രീ ഡിഗ്രിക്ക് 10ാം ക്ലാസ് വഴിത്തിരിവെന്ന് പറയുന്നത്. ഇത് വഴിത്തിരിവൊന്നും അല്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തീരുമാനിക്കും സയൻസ് വേണോ കൊമേഴ്സ് വേണോ എന്ന്. ഇത്രയോ സ്കൂളുകളുണ്ട് ഈ നാട്ടിൽ. അഡ്മിഷൻ കിട്ടാനൊന്നും ഒരു പാടുമില്ല. സയൻസിൽ തന്നെ വേണമെങ്കിലും കിട്ടുകയൊക്കെ ചെയ്യും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വലിയ കഷ്ടപ്പാടിനൊന്നും പോകാതെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. റിസൾട്ട് വന്നു.
ഈ 10ലെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു പ്രൂഫായിട്ട് മാത്രമേ നല്ലൊരു വിഭാഗം കുട്ടികൾക്കും ഭാവിയിൽ അങ്ങോട്ട് യൂസ് വരുള്ളൂ. അല്ലെങ്കിൽ ചില ഗവൺമെൻറ് ജോലികൾക്ക് ആവശ്യം വരും. അത്രേ ഉള്ളൂ ഇത്. ആ ഒരു ഫാക്റ്റ് പേരൻസ് കൂടെ മനസ്സിലാക്കി അത്രയോ സന്തോഷം. നിങ്ങളുടെ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷയുടെയും ഒക്കെ പ്രഷർ കുക്കറിലിട്ട് പിള്ളേരുടെ ചൈൽഡ്ഹുഡ് കളയാതിരിക്കുക. ഈ 15, 16, 17 വയസ്സൊക്കെ സ്വീറ്റ് 18, സ്വീറ്റ് 17 എന്ന് പറയുന്ന പോലെ നല്ല സ്വീറ്റായിട്ട് തന്നെ അവർ എൻജോയ് ചെയ്ത് തീർക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഈ നിങ്ങളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒന്നും കുട്ടികളുടെ തലമണ്ടയിലിട്ട് കുഴയ്ക്കാതിരിക്കുക. ഒരു അനുഭവസ്ഥ എന്ന നിലയിൽ പറയുന്നതാണ്. അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രോമ അത് അത്രയ്ക്കും വലുതാണ്. അത് ഇപ്പം യൂട്യൂബൊക്കെ കാണുന്നതുകൊണ്ട് കുറേ പേരൻസിനെങ്കിലും അതൊക്കെ മനസ്സിലാവുമായിരിക്കും. ഇതൊന്നും അങ്ങനെ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട ഭ്രാന്തൊന്നും അല്ലെങ്കിലും കുട്ടികളുടെ പിന്നീടുള്ള ജീവിതത്തിൽ അതൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ അവരെ ബാധിക്കും. അതുകൊണ്ട് പേരൻസും കുട്ടികളും അവെയറായിട്ടിരിക്കുക. SSLC റിസൾട്ട് വന്ന് 2 ദിവസമായി. സ്റ്റിൽ എനിക്കറിയാം ഇത് ഒന്നരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ ഈ റിസൾട്ട് വന്നതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി ആരുടെയെങ്കിലും കുട്ടികളോട് പിണങ്ങിയോ സ്വരം കടുപ്പിച്ചോ ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ മറന്നേക്ക്. സത്യമായിട്ടും എൻ്റെ അങ്കിൾമാരെ ആൻറ്റിമാരെ ഇതിലൊന്നും ഒരു കാര്യവുമില്ല. അറിവുള്ളവരാണെങ്കിൽ വഴക്ക് പറയില്ലായിരിക്കുമല്ലോ. എങ്കിലും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഓർത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ സഹപ്രവർത്തകയുടെ മകൾക്ക് ഫുൾ A+ ഉണ്ട്, എൻ്റെ മകൾക്കില്ല എന്ന രീതിയിൽ കുറ്റപ്പെടുത്തലുകളൊന്നും ചെയ്യണ്ട. അവളെ അവിടെ വഴിക്ക് വിട്ടേക്കും. നമ്മുടെ അന്തസ്സഭിമാനമൊക്കെ നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കണ്ടേ. അത് വേറൊരാൾ, അതൊരു സ്വന്തം കുട്ടിയെന്ന് പറഞ്ഞാലും വേറൊരാളൂടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റ് തന്നെയല്ലേ. എനിക്ക് ഇത്രയൊക്കെ പറയാവുള്ളൂ. ആൻഡ് ഈ വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവും. ഓൾസോ വീഡിയോയുടെ ക്വാളിറ്റി, ക്ലാരിറ്റി, സൗണ്ട് ക്വാളിറ്റി എല്ലാത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊരു 10 പേരെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ 10 പേരിൽ 5 പേർക്കെങ്കിലും ഇത് ഇമ്പാക്റ്റ്ഫുള്ളായ, ഒരാൾക്കെങ്കിലും ഇമ്പാക്റ്റ്ഫുള്ളായ എനിക്ക് അത്ര സന്തോഷം. താങ്ക് യു.